അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മൾ വിശാഖപട്ടണത്തെത്തി. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ പലരും പറഞ്ഞത് നമ്മുടെ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെ RK ബീച്ച് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഏകദേശം ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് ചോദിച്ചു. ഇതാണ് നമ്മളെ കൊണ്ടുവന്ന യൂബർ എൻ്റെ ബൈക്കിലാണ് വന്നത്. ഒരു 31 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, 50 രൂപ കൊടുത്ത് നമ്മളിവിടെ വന്ന് ഇറങ്ങി നേരെ ഇത് ക്രോസ് ചെയ്തിട്ട് ബീച്ചിലോട്ട് പോകുമെന്ന് വിചാരിച്ചു. വൈകുന്നേര സമയങ്ങളിൽ നല്ല രസമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് വിശാഖപട്ടണം ഈ RK ബീച്ചൊക്കെ കാണാൻ വേണ്ടി വരുന്നതും കാണുന്നതും. ഓക്കെ, പിന്നെ അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ അവസാനം ഞാനും നല്ല ഉറക്കക്ഷീണമുണ്ട്, ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നു. അങ്ങനെ ഞാനും അവസാനം ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പുറകിലൊക്കെ ഇഷ്ടംപോലെ കടകളുണ്ട്, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലേ, റോഡ് സൈഡിലൊക്കെ ബീച്ചിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഞാൻ നേരത്തെ വരാമെന്ന് വിചാരിച്ചപ്പം വൈകുന്നേരം വരുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു ചെറിയ മൂടലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പുറകിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നു, കണ്ടില്ലേ, ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പം അങ്ങോട്ട് ചെന്ന് ഇറങ്ങാം, എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണാം. കുഴപ്പമില്ല. പിന്നെ വിശാഖപട്ടണത്തായതുകൊണ്ട് മറ്റൊരു സ്ഥലത്ത് ഒരു ബീച്ചാണ്. നാട്ടിലൊക്കെയാണ് ഇഷ്ടംപോലെ ബീച്ചും കടലും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ആളുകളാണ്. ഓക്കെ, എന്നാൽ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനിത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടു. ഇവിടെ നമുക്ക് കുളിക്കാൻ സ്വിമ്മിങ് ചെയ്യാനുള്ള ഇതൊന്നുമില്ല, കണ്ടല്ലേ. ഇത് ചെയ്തു വെച്ചേക്കാണ്, പ്രൊഹിബിറ്റഡ് ആണ്. ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒട്ടകം, കുതിര, പുറത്തൊക്കെ കയറാനൊക്കെ താല്പര്യമുള്ളവർക്ക് കയറാൻ. എനിക്ക് തോന്നുന്നു നല്ല ആഴമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉണ്ട് ആളുകളൊക്കെ. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. എന്തായാലും തോന്നുന്നില്ല എത്ര ക്ലിയർ ആകുമെന്നുള്ളത്, ഉണ്ടല്ലേ. ഇതേ ഒരു 2 പിള്ളേർ ഒട്ടകപ്പുറത്തൊക്കെ പോകുന്നു. അതൊരു നല്ല ഇതായിരിക്കും കേട്ടോ. ഒട്ടകപ്പുറത്ത് കയറി പോകുന്നവർക്ക് കുതിര ഓടിക്കൊണ്ടിരിക്കുന്നു. കുതിരപ്പുറത്തും വേണമെങ്കിൽ കയറാം. അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കാനുള്ള പുറപ്പാടും കാര്യങ്ങളൊക്കെയാണ്, കാണാൻ പറ്റും. അങ്ങനെ ഇതാണ് ബീച്ച്, RK ബീച്ച്. പേര് കേട്ട ഒരു ബീച്ച് തന്നെയാണ്. കുളിക്കരുതെന്നൊക്കെ പറഞ്ഞാലും ആളുകളൊക്കെ ഇഷ്ടം പോലെ പിള്ളേരൊക്കെ ഇവിടെ ചാടി കുളിക്കുന്നുണ്ട്. അങ്ങ് ദൂരെ കപ്പലാന്ന് തോന്നുന്നു. അങ്ങ് ദൂരെ ഒരെണ്ണം കാണുന്നുണ്ട്. ബോട്ടൊക്കെ അതിലിങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ലേ, പോലീസിൻ്റെ ഇതുണ്ട്, അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, അവർ അലോ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കടലല്ലേ, എല്ലാവർക്കും കാണുമ്പോൾ ഒരാഗ്രഹവും ഇതൊക്കെ ഉണ്ട്. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വേറെ തുണിയും കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിന് പറ്റില്ല. കണ്ടില്ലേ, അപ്പച്ചനൊക്കെ അവിടെ നിന്ന് ചേച്ചി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ടൈം പാസ്സാണ് ആ പയ്യൻ. നോക്കിക്കോണേ, അവന് എഴുന്നേക്കാനും പറ്റുന്നില്ല. അവനല്പം വണ്ണമുണ്ട്, പക്ഷേ അവനൊരു ഫണ്ണാണ് കേട്ടോ. എല്ലാവർക്കും ഒരു രസമാണ് അവൻ. ദൈവനെ തട്ടിക്കൊണ്ടുപോയി. എൻ്റെ ദൈവം, പാവം, അത് എഴുന്നേക്കാൻ കഷ്ടപ്പെടും. നോക്കി, അവൻ്റെ വണ്ണം കാരണമായിരിക്കും പാവം. എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും അവനെയാണ് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. ആളുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഒരു നല്ല ഇത് തന്നെയാണ്. വൈകിയ സമയങ്ങളിൽ വന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഈ ബീച്ച്. ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ കളിയും ചിരിയും മേളവും. എനിക്ക് തന്നെ നല്ല രസം തോന്നുന്നു. ഒന്ന് ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കിപ്പോൾ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ടില്ല. ഉണ്ടല്ലേ, RK ബീച്ച് കൊള്ളാം, തിരക്കേടില്ല. ചുറ്റും വീടുകളും ബിൽഡിങ്ങുകളും, ഒരു ഫ്ലൈറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഹോട്ടലുകളെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വന്നപ്പം ഇന്നലെ നമ്മൾ കുൽഫി ചെയ്യുന്നു. ഇന്നൊരു ഐസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗ്രേപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്, കുഴപ്പമില്ല. നമ്മുടെ ഒരു ചെറിയ കാല ഓർമ്മകളിലേക്കൊക്കെ ഒന്ന് പോയി. 20 രൂപയാണ്, കൊള്ളാം. അപ്പം നല്ലൊരു സ്ഥലം തന്നെയാണ്, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട്. രാത്രിയാകുമ്പോൾ കുറച്ചും കൂടി രസമാണ്. ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അല്ലേ. അപ്പോൾ വിശാഖപട്ടണത്ത് വരുന്നവർക്ക് കാണാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. ഇനി ലാസ്റ്റ് ഞാനിതിൻ്റെ സൈഡ് ലാസ്റ്റ് അങ്ങോട്ടും കൂടി നിന്നിട്ട് അവിടെ കുറച്ച് പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും തോന്നുന്നു. അങ്ങോട്ട് പോകണേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു സൈഡിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെയാണ് ഇഷ്ടം പോലെ ഇങ്ങനെ ആ പാറപ്പുറത്തൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കെല്ലാം സൗകര്യമുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് അവിടെ കൊണ്ട് അങ്ങ് തീരുകയാണ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ RK ബീച്ച്.
ആണ് ഇവിടെ നിന്ന് അവിടം വരുന്ന പോയി ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തിരക്ക് ശക്തി കൂടുന്നുണ്ട്. അതുകൊണ്ട് ഷൂ ഊരാതെ പോകാൻ എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്. ഇവിടെ നല്ല മാങ്ങ ഒരു മുളക് പൊടിയൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. 20 രൂപയേ ഉള്ളൂ. എന്നാൽ പിന്നെ അത് മേടിച്ച് അതും കൂടി കഴിക്കാം. എന്തായാലും നമ്മളിവിടെ വന്നു, കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ആർ കെ ബീച്ചിലെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വരിക, കാണുക. അത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ നാട്ടിലും ഉണ്ട് ബീച്ചുകൾ പലതും, തിരുവനന്തപുരത്തായാലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പം ഇവിടെ വന്ന് കാണണമെന്നൊന്നുമില്ല. പക്ഷേ എന്നാലും ഇവിടെ വരുന്നവർക്ക് ജസ്റ്റ് ഒരു ടൈം പാസിന് നല്ല ഒരു ബീച്ച് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഞാൻ ബീച്ചിൽ നിന്ന് ഇവിടെ പറയുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടുന്ന് വാഹനം വല്ലതും പിടിച്ച് നേരെ ഹോട്ടലിൽ പോകണം. ഓക്കെ, ബൈ.